പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരുതേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈലമുഴങ്ങി. അപ്പൊ ഇന്ന് നമ്മുടെ മലയാളി കിച്ചണിൽ ഏറ്റവും സൂപ്പർ ഡിഷുമായിട്ട് വന്നേക്കുന്നത് അടിപൊളി, അതായത് ഉള്ളിപ്പൊളി ഞാൻ സ്ഥിരമായി കഴിക്കാറുണ്ട്. എൻ്റെ വൈഫ് എനിക്ക് ഉണ്ടാക്കി തരുന്ന അവൾ കണ്ടുപിടിച്ചൊരു അടിപൊളി ഡിഷാണ് ഉള്ളിപ്പൊളി എന്ന് പറയുന്ന. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തന്നെ ഉറപ്പായിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ഡിഷാണ്. ഉച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചോറിലൂടെ ഒഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷ്. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയാവുന്ന ഒരു കാര്യം, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. അതുപോലെ പുതിയ വ്യൂസിനും, അതുപോലെ എല്ലാ പുറത്തും അകത്തും ഒക്കെ, ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഒരുപാട് പേര് എൻ്റെ ചാനൽ കാണുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കടന്നു പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഉള്ളിപ്പുളി അല്ലെങ്കിൽ ഒണിയൻ കറി എന്ന് പറയാം. ഇതിപ്പം ഞാൻ വേറെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഇത് ഞാൻ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഡിഷ് കൂടിയാണ്. ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ വളരെയേറെ ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ ചോറ് കഴിക്കുന്നെങ്കിലേ ഉള്ളൂ ഈ കൂട്ടാനുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. സവോളയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഈ കറിവേപ്പിലയും സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്തിരി ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് അത്ര ടൈം വേണ്ട. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചേക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1-2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി അത് 1/4 ടീസ്പൂൺ. മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർക്കുക, കാരണം പച്ചമുളക് ചേർത്തിട്ടില്ല. ഞാനിവിടെ 2-2.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് മുളക് പൊടി. മല്ലിപ്പൊടി നമുക്ക് കുറച്ചുകൂടി ചേർക്കാൻ, കാര്യം ഇനിയിപ്പം പുളി ചേർക്കുന്നതാണ്. ഒരു കൊഴുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ടീസ്പൂണും കൂടി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ. അപ്പം 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളും ഒന്ന് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി കുറച്ച് വെള്ളവും കൂടി വേണം. അപ്പം ഞാൻ പിഴിഞ്ഞെടുത്ത പുളിയുടെ ബാലൻസ് ഇരിപ്പുണ്ട്. അതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആണ് ഇതിലേക്ക് വെള്ളം എടുക്കുന്നത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, നമ്മൾ പുളി പിഴിഞ്ഞ് 2-3 വെള്ളം സാധാരണയായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത് പോരാ, ഇതിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് കടുക് താളിക്കണം. കടുക് താളിക്കുന്നതിന് മുൻപ് മല്ലിയില, അത് ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉള്ളത് കൊണ്ട് ഏട്ടൻ പറഞ്ഞു മല്ലിയിലയും കൂടെ ഇട്ടുകൊള്ളാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഓപ്ഷണലായിട്ട് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇത് നിർബന്ധമില്ല തീർച്ചയായിട്ടും. കാര്യം ഇത് എന്തുവാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില ഇല്ലാതെ തന്നെ കഴിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ഈ ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ മല്ലിയില യൂസ് ചെയ്യാതെ തന്നെ കഴിക്കുക. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ കടുക് താളിക്കാനായിട്ട് ഒരു കടായിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും കുറച്ച് ഉലുവ, കറിവേപ്പില,
വറ്റൽമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് അപ്പോൾ നമുക്കിതിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പുളി, ഞാനിപ്പോൾ ഉള്ളിപ്പുളി എന്നാണ് ഞാൻ ഇതിന് പറയുന്നത്. അപ്പോൾ ഉള്ളിപ്പുളി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പം ആരുമില്ല, നിങ്ങൾക്ക് ഇപ്പം 2 പേരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ.